നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ പ്രശാന്ത്. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. മാളയിൽ ടാക്സി ഡ്രൈവർക്ക് അതിഥി തൊഴിലാളിയുടെ മർദ്ദനം. ഇരിങ്ങാലക്കുടയിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ മധ്യവയസ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. +2 പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനി വഴിയിൽ കുഴഞ്ഞു വീണു മരിച്ചു. തെരുവുനായ്ക്കളുടെ ആക്രമണം, സെക്യൂരിറ്റി ജീവനക്കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. ദേശീയപാത നാട്ടിയെ ടാങ്കർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മീൻപിടുത്തത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയ യുവാവിനെ പിടികൂടി. വാർത്തകൾ വിശദമായി അറിയാം. മാളയിൽ ടാക്സി ഡ്രൈവർക്ക് അതിഥി തൊഴിലാളിയുടെ ക്രൂരമർദ്ദനം. മാള നെയ്തുകുടി സ്വദേശി വടക്കേ ആലുങ്ങൽ വീട്ടിൽ ബാലനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസമാണ് 65-കാരനായ ബാലന് നേരെ ക്രൂരമർദ്ദനം ഉണ്ടായത്. അതിഥി തൊഴിലാളി ബാലന്റെ ടാക്സി കാറിൽ ചാരി നിൽക്കുകയായിരുന്നു. ഇതിനിടെ ഓട്ടത്തിനായി കാർ മുന്നോട്ടെടുക്കാൻ ഡ്രൈവർ ശ്രമിച്ചതിനെ ചൊല്ലി അതിഥി തൊഴിലാളി തർക്കമുണ്ടാക്കി. തർക്കത്തിനിടെ അതിഥി തൊഴിലാളി ടാക്സി ഡ്രൈവറെ റോഡിലേക്ക് വലിച്ചിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഇയാൾ ബാലന്റെ തല പിടിച്ച് പലതവണ റോഡിൽ ഇടിക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. സംഭവത്തിൽ മാള പോലീസ് കേസെടുത്തു. ഇരിങ്ങാലക്കുടയിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ മധ്യവയസ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗാന്ധിഗ്രാമിൽ നിന്ന് മുല്ലക്കാട്ടേക്ക് പോകുന്ന വഴിയിൽ അംഗനവാടിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ മധ്യവയസ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുല്ലക്കാട് കുറ്റിക്കാടൻ വീട്ടിൽ 57 വയസ്സുള്ള ജോസ് ആണ് മരിച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് ഒരു കുരുപ്പും നാടൻ തോക്കും കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. +2 പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനി വഴിയിൽ കുഴഞ്ഞു വീണു മരിച്ചു. താന്യം വലിയകത്ത് ബാദുഷയുടെ മകൾ 17 വയസ്സുള്ള ബാദറയാണ് മരിച്ചത്. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. രാവിലെ നടന്ന പരീക്ഷ കഴിഞ്ഞ് ഉച്ചയോടെ വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനി വീടിന് സമീപത്ത് വെച്ച് വഴിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ പഴുവിൽ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തെരുവുനായ്ക്കളുടെ ആക്രമണം, സെക്യൂരിറ്റി ജീവനക്കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. ചെറുപ്പമ്മടം സർവീസ് സഹകരണ ബാങ്കിന്റെ ചേനം ബ്രാഞ്ചിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചേനം സ്വദേശി ദേവദാസ് ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് സംഭവം. ഡ്യൂട്ടി കഴിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് പോകും വഴിയാണ് തെരുവുനായ്ക്കൾ ഓടിച്ചിട്ടത്. വീട്ടിലെത്തിയ ശേഷം അസ്വസ്ഥത തോന്നിയ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ദേശീയപാത നാട്ടികയിൽ ടാങ്കർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വലപ്പാട് സ്വദേശി 64 വയസ്സുള്ള പറശ്ശേരി മോഹനാണ് മരിച്ചത്. ഭാര്യ രമയ്ക്കൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അപകടം. ആക്സ് പ്രവർത്തകർ ഇരുവരെയും തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മോഹനന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഞായറാഴ്ച പുലർച്ചെ നാട്ടികയിൽ പിക്കപ്പ് വാൻ ഇടിച്ചു ബൈക്ക് യാത്രികനായ കയ്പമംഗലം സ്വദേശി മരിച്ചിരുന്നു. മീൻപിടുത്തത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയ യുവാവിനെ തൃശൂർ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം മലപ്പാട് പോലീസും ചേർന്ന് പിടികൂടി. നാട്ടിക ബീച്ച് സ്വദേശി പുഞ്ചപ്പാടത്തെ വീട്ടിൽ വിഷ്ണു ആണ് അറസ്റ്റിലായത്. ഇയാളുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് ശേഖരവും മാരകായുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് ഡാൻസ് ഓഫ് ടീമും മലപ്പാട് പോലീസും ചേർന്നുള്ള മിന്നൽ പരിശോധനയിൽ പ്രതി പിടിയിലായത്. നാട്ടിക ബീച്ചിലെ വീടിന്റെ ടെറസിന് മുകളിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 6 കിലോ മുന്തിയിനം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. കൂടാതെ വ്യത്യസ്താകൃതിയിലുള്ള 5 വടിവാളുകൾ, പ്രത്യേകതരം കത്തി, എയർഗൺ, കഞ്ചാവ് തൂക്കം നോക്കാനുള്ള ഡിജിറ്റൽ ത്രാസ്, കഞ്ചാവ് പാക്ക് ചെയ്യാനുള്ള പോളിത്തീൻ കവറുകൾ എന്നിവയും പോലീസ് പിടിച്ചെടുത്തു. കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ പിടിക്കപ്പെടാതിരിക്കാൻ നാട്ടിൻപുറങ്ങളിലെ തോടുകളിലും കുളങ്ങളിലും വലയുമായി മീൻ പിടിക്കാൻ പോകുന്നതായിരുന്നു പ്രതിയുടെ രീതി. മീൻപിടുത്തക്കാരൻ എന്ന വ്യാജേന ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വെച്ചായിരുന്നു കഞ്ചാവ് കൈമാറ്റം നടത്തിയിരുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ.
സ്വർണ്ണവില 85 രൂപ കൂടി ഗ്രാമിന് 14,970 രൂപ. പവന് 1,19,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. മാളയിൽ ടാക്സി ഡ്രൈവർക്ക് അതിഥി തൊഴിലാളിയുടെ മർദ്ദനം. ഇരിങ്ങാലക്കുടയിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ മധ്യവയസ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. +2 പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനി വഴിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. തെരുവുനായ്ക്കളുടെ ആക്രമണം, സെക്യൂരിറ്റി ജീവനക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ദേശീയപാത നാട്ടിയെ ടാങ്കർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മീൻപിടുത്തത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയ യുവാവിനെ പിടികൂടി. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.